നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് വിൻ ട്രെൻഡ് സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഞാൻ കാണിക്കുന്ന ലൈവ് മാർക്കറ്റിൽ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ കാണാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ഉണ്ടെങ്കിൽ ഓഫീസിൽ വരാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് GBP യൂസ്ഡ് ചാർട്ടാണ്. ഏറ്റവും മേഖല വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്കിതിനകത്ത് ഏത് പേര് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവുന്നതാണ്, ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതാ വേണ്ടത് നമുക്ക് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോറക്സ് മാത്രം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ നിൽക്കുന്ന പ്ലാറ്റ്ഫോം മെറ്റാട്രേഡർ 4 ആയതുകൊണ്ട് നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് MD4 തന്നെ നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ ഈ ഡയറക്റ്റ് ഈ സ്ട്രാറ്റജി ഇട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കൂടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ MD5 ആണെങ്കിൽ ഡയറക്റ്റ് കോൺഫിഗറേഷൻ നമ്മൾ MD5 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആക്കി തരും. അതിൻ്റെ സിഗ്നൽ നോക്കിയിട്ട് സെപ്പറേറ്റ് പോയി എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ സോഫ്റ്റ് നമുക്ക് സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന മുന്നായിട്ട് അത് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഗ്രീൻ കളറിൽ അപ്പാരോ നമുക്ക് ബൈ ചെയ്യാനുള്ളതും റെഡ് വരുന്ന സെല്ലിയാൽ ഇൻഡിക്കേഷൻസ് ആണ്. അപ്പോൾ സോഫ്റ്റ് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് തരും. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. ഈ അലേർട്ട് മെസ്സേജിനകത്തും ഏറ്റവും മുകളിലത്തെ ഡാഷ്ബോർഡിനകത്തും എൻട്രി പോയിന്റ് ഡിസ്പ്ലേ വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഈ ബൈസിക്കിൾ വരുമ്പോൾ ഉടനെ കയറി നമ്മൾ എൻട്രി ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഇത് കൺഫേം ആണെന്ന് നോക്കുക. കൺഫർമേഷൻ സിഗ്നൽ വന്ന ശേഷം നമ്മൾ സെക്കൻഡ് ക്യാനിലാണ് എൻട്രി എടുക്കേണ്ടത്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് ഇവിടെ എഴുതി കാണിച്ചിട്ടില്ലേ, ആ സെക്കൻഡ് ക്യാനിൽ ഓപ്പണിംഗ് പ്രൈസാണ്. സെക്കൻഡ് ക്യാനിൽ എൻട്രി ചെയ്യുന്ന മുന്നായിട്ട് അതിൻ്റെ തൊട്ട് താഴത്തൊരു ബാറിലെ ആ ബാർ നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. ആ ബാർ ഗ്രീൻ തന്നെ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈസോണെന്ന് തന്നെ എഴുതി കാണിക്കണം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിസ്പ്ലേ ആയിക്കോളും. നമ്മളത് വന്നോ ഇല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. ഇത് കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. താഴത്ത് നോക്കിയാൽ നിങ്ങൾക്ക് 3 ടാർഗറ്റ്, അതായത് സിഗ്നൽസ് വരുമ്പോൾ തന്നെ 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ്, ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസും ഡിസ്പ്ലേ വരുക. ഈ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് മാറുക, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിഗ്നൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെന്ന് പറയുമ്പോൾ 7th ജനുവരിയാണ്. 7th വന്നതിന് 7:30 രാവിലെ 7:00 വന്ന ഇന്ത്യൻ ടൈം 7:00 വന്ന ട്രേഡാണ്. അതിൽ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇപ്പം ഞാൻ ഇപ്പോഴത്തെ ടൈം എന്ന് പറയുമ്പോൾ 12:30 ആവുന്നു. അപ്പോൾ ഇപ്പോഴും ആ ഒരു അപ് ട്രെൻഡ് ഇതിൻ്റെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. റെസിസ്റ്റാണ് ബ്രേക്ക് ചെയ്ത് കയറുവാണെങ്കിൽ എഗെയിൻ മാർക്കറ്റ് കയറി തന്നെ പോവുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഒരു പ്രഡിക്ഷനോ കാര്യങ്ങളൊന്നുമല്ല, ഒരു 80 to 90% നമുക്ക് കൺഫേം ആയിട്ട് ആക്യുറസി ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.